ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അതെ, അപ്പോൾ ഗൈസ് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, നമ്മളത് കാണിക്കാം. ഓക്കെ, രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. ഇത് നൈറ്റ് വ്ളോഗാണ് ഗൈസ്. അതുപോലെ തന്നെ ഇതൊരു ചെറിയ വ്ളോഗായിരിക്കും. അതെ അതെ, വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻക്യുബേറ്റർ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം അതിൽ കുറച്ച് എഗ്ഗ് വെച്ച് വിരിയിപ്പിക്കാനുള്ള പ്ലാനാണ്. കോഴിമുട്ട. അപ്പോൾ കുറേ ഞാൻ നോക്കിയപ്പോൾ കുറേ യൂട്യൂബേഴ്സ് ഇങ്ങനെ കണ്ടായിരുന്നു മുട്ടയില്ല. അപ്പോൾ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. വെച്ചിട്ട് വിരിവില്ലോ നോക്കാം. പിന്നെ നമുക്ക് തള്ളക്കോഴി ഇല്ലാതാണ് കേസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻക്യുബേറ്ററാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് മുട്ടയൊക്കെ വെച്ചിട്ട് എൻ്റെ പരിപാടിയൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ചുമ്മാ ഒരു ജസ്റ്റ് സൈഡായിട്ട് നോക്കുന്നു. ഒരു 10 മുട്ട വെച്ചില്ലേ, അപ്പോൾ അത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് 10 മുട്ടയാണ് നമ്മുടെ ഇൻക്യുബേറ്ററിൽ വെക്കാൻ പോകുന്നത്. എത്രയും നമ്മള് നാടൻ കോഴിയുടെ മുട്ട എടുത്തേക്കുന്നത്. അപ്പൊ വിരി എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മുടെ ഇൻക്യുബേറ്റർ കണ്ട ഇതാണ് സംഭവം. ഇത് ഓണാക്കി ഇട്ടേക്കാണ് ഗൈസ്. ഇത് കൊറേ മുട്ട വെച്ച് വിരിച്ച സാധനമാണ്. മറ്റേ നമ്മള് ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് വന്നതായി സാധനം. അതെ, അത് നമ്മള് ന്യൂസ് പേപ്പറാണ് വെച്ചേക്കുന്നത്. നമുക്കിത് ഓഫ് ആക്കാം. ഓഫായിട്ടുണ്ട് ഫാനാണ്. അപ്പോൾ ഗൈസ് നമുക്കിനി ഇതിനകത്തോട്ട് മുട്ട വയ്ക്കാം. നമ്പർ ഇട്ടാ വെച്ചേക്കുന്നില്ലേ? നമ്മൾ ഓരോ മുട്ടയിലും നമ്പർ ഇട്ടിട്ടുണ്ട് ഗൈസ്. എത്ര? 4. അതെ, നമുക്കിപ്പം വയ്ക്കാം. ബാ ഗൈസ്, ഇത് കുറേ മുട്ട വെച്ച് വിരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളത് എടുത്തതാ ഇല്ലേ പൊന്നു? വയ്ക്കാം. നമ്പർ കാണിച്ചു വയ്ക്കേ. ഓൾറെഡി നമ്മൾ നമ്പർ ഇട്ട് വെച്ചിരുന്നതാണ്. ഇത് നമ്മുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് എടുത്ത മുട്ടയാണ്. മുട്ടയല്ല, ഇൻക്യുബേറ്ററാണ്. നമ്മളിത് പരീക്ഷിക്കാൻ കൊണ്ടുവന്നത്. ചെറിയൊരു പരീക്ഷണം നമ്മുടെ നമ്മളൊരു ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്തില്ലേ, ഹോം മെയ്ഡ് ആയിട്ട് ചെയ്ത്. അത് ഫൗളായി. അത് ചുമ്മാ ചുമ്മാ ചെയ്ത് നോക്കിയതാ. വിരിയുമ്പോ യൂട്യൂബ് നോക്കിട്ട് ചെയ്തത്, പക്ഷെ അത് സെറ്റ് ആയില്ല. അതെ, വിരിയുമ്പോ ഒരു ക്യൂരിയോസിറ്റി വിരിയുന്നത് കാണാനില്ലേ. പക്ഷേ എന്തോ സെറ്റ് ആയില്ലത്. അതെ, അല്ല അല്ല, ഇത് വെച്ച് ലൈറ്റ് ഇടാം. ഇത് പിടി. അല്ല, ഞാൻ പിടിച്ചോളാം. അല്ല, ഇത് പിടിക്കാൻ ഫാൻ എന്താണ്ട് കുത്തിയിട്ടുണ്ടല്ലേ. ഫാനൊക്കെ ഓണായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് 2 ബൾബ്, ഫാന്, പിന്നെ വെള്ളം. ഇതൊക്കെയാണ് ഇതിന്റെ സെറ്റപ്പ്. നമുക്ക് അടച്ചു വെക്കാം. ഫുൾ ഓട്ടോമാറ്റിക് ആണ് ഗൈസ്. അപ്പം ഇച്ചിരി അഴുക്കൊക്കെ ഉണ്ട് ഇതിന്റെ മേളിൽ, കാരണം കുറെ വർക്ക് ചെയ്ത സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ സെൻസറൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം 37 ഡിഗ്രി നമുക്ക് വേണ്ട. അപ്പോൾ ഈ സെൻസറൊക്കെ ഓഫ് ആവും ചൂട് കൂടുമ്പോൾ. നമ്മളിത് ഇങ്ങനെ സെറ്റാക്കി വെക്കൂല്ലേ പൊന്നു? പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് ഇതിപ്പോ നമ്മുടെ അത് നമ്മള് ചുമ്മാ ചെയ്തത് ഒന്നും കിട്ടിയില്ല. ചുമ്മാ അത്രേ, അത് നമ്മള് ചുമ്മാ ചെയ്തതാണ് ഗൈസ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം നമ്മളിതിനെ നോക്കാനും എടുക്കാനൊന്നും പോകണ്ട. ഇത് ജസ്റ്റ് ഈ സാധനത്തിൽ മുട്ട സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അത് ഓട്ടോമാറ്റിക്കലി വിരിയുവാണെങ്കിൽ വിരിയും, ഇല്ലെങ്കിൽ വിരിയത്തില്ല. എന്തായാലും വിരിയുവാണെങ്കിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനൊരു ഇത്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ല. അതെ, കൊറേ വീഡിയോസ് ഒക്കെ കണ്ടു ഇങ്ങനെ M4 നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും ഇതിന്റെ ഓരോരോ ദിവസത്തെ ഓരോരോ അപ്ഡേറ്റുകൾ നമ്മൾ ഷോർട്സ് ആയിട്ട് എന്തൊക്കെ മാറ്റം വരുന്നുണ്ടോ അതൊക്കെ നമ്മള് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മള് നേരെ അടുത്ത പരിപാടി എന്തായാലും ഇപ്പൊ നൈറ്റ് ആയി എന്തായാലും നമ്മളിത് രാവിലെ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച. പക്ഷെ അതിനുള്ള ഇന്ന് വേറെ കുറച്ച് പരിപാടി ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇനി നമുക്ക് എന്താ ചുമ്മാ എന്തായാലും നമ്മൾ ഇത്ര എടുത്ത് പെട്ടെന്ന് തന്നെ വെച്ച്, കാരണം മുട്ട പണ്ടായി കളയണ്ടെന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ വെച്ചതാണ്ട്. നമ്മുടെ ഫൈറ്ററിന്റെ മറ്റേ ഇത്
അക്വേറിയം സെറ്റ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ വരുന്നുണ്ട് ഗൈസ്. ഇതിപ്പം കുറച്ച് ഇതായില്ലേ, പൊടിയൊക്കെ വീണ് കുറച്ച് വെള്ളമൊന്നും ഇതായി. അക്വേറിയത്തിന്റെ നമ്മളൊരു പേര വാങ്ങിയിടാം. പിന്നെ എന്താ, പിന്നെ നമ്മുടെ കണ്ടന്റിന്റെ കാര്യം കുറെ പേര് പറയുന്നുണ്ട്. എന്താ നമ്മുടെ കണ്ടന്റ് ഭയങ്കര മോശം കണ്ടന്റ് ആണെന്നുള്ളത്. അപ്പൊ നമ്മള് ലൈഫ് സ്റ്റൈൽ കണ്ടന്റ്സ് ആണ് കൂടുതൽ ഇടുന്നത്. നമ്മൾ എന്തൊക്കെ ദിവസം ചെയ്യുന്നത് അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇടുന്നത്. അങ്ങനെ ഇന്നതെന്നും പറഞ്ഞ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ടൊന്നുമില്ല. നാളെ നമ്മളൊരു വ്ളോഗ് ഇടുന്നുണ്ട്, അതൊരു ട്രാവൽ വ്ളോഗാണ് ഗൈസ്. അത് ഇപ്പം ഞങ്ങളെല്ലാം നാളെ എന്ന് പറയാൻ പറ്റും. ചിലപ്പോ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റന്നാളായിരിക്കും, അല്ല നാളെ ആയിരിക്കും പോകുന്നത്. നാളെ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നെങ്കിൽ മറ്റന്നാളായിരിക്കും ഗൈസ് നമ്മള് വീഡിയോ ഇടുന്നത്. അപ്പം അങ്ങനെ ഓരോ ഡിലേ വരും ഗൈസ്. എന്തായാലും നമ്മള് അടുത്ത വ്ളോഗ് എന്തായാലും ഒരു ട്രാവൽ വ്ളോഗ് ആയിരിക്കും. അപ്പം നമ്മുടെ ഫുള്ള് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ആണ്. എന്തൊക്കെ എന്നതും ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തോണ്ടിരുന്നത്. അപ്പം പ്രത്യേകിച്ച് കണ്ടന്റ് എന്ന് പറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല. നമ്മൾ കിട്ടുന്ന കണ്ടന്റുകൾ നമ്മൾ വാങ്ങിയിടേ. അതെ, കണ്ടന്റ് ഒക്കെ സെറ്റ് ആക്കി നമ്മൾ ചെയ്യുന്നതായിരിക്കും. ചാനലുണ്ടല്ലോ, നമ്മളെങ്ങും പോയിട്ടില്ലല്ലോ, നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി അപ്പൊ കുറെ പേര് നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അത് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത എൻ്റെ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. വലുതായിട്ടൊന്നും ഇല്ല. അപ്പോൾ ആദ്യം ഞാനിപ്പം രാവിലത്തെ ആ ഒരു രാവിലത്തെ അല്ല, ഇതെനിക്ക് ഉച്ചയായിട്ട് നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇതൊക്കെ ഒന്ന് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് കളയണം. അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് ജസ്റ്റ് നോർമലി ഒന്ന് മുഖമൊക്കെ ഒന്ന് നമുക്ക് നല്ല രീതിക്കൊന്ന് ക്ലെൻസ് ചെയ്യാം. ഓക്കെ, അപ്പം ക്ലെൻസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഓയിലിട്ട് മേക്കപ്പ് മൊത്തം ഒന്ന് അഴിച്ചെടുക്കാവേ. അപ്പം ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഓയിൽ എടുക്കുന്നതിന് മുമ്പ് ഒരു കോള് വന്നേ. ഇപ്പോൾ ഗൈസ് ഞാനിവിടെ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ റിമൂവിങ് ഓയിലൊക്കെ തേക്കാം. അപ്പോൾ എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം ജസ്റ്റ് എണ്ണയാണ് എടുത്തേക്കുന്നത്. ഇത് വെച്ച് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് വെച്ച് ഞാൻ രാവിലത്തെ ആ ഒരു ക്രീമും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കുളിച്ചതാണ്, നേരത്തെ കുളിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തതാണ്. ഇവിടെ ഒരു കണ്ണാടി ഇരിപ്പുണ്ട്, അതിൽ നോക്കിയിട്ട് ഞാൻ ചെയ്യുന്നത്. ഇപ്പം എന്തായാലും നമ്മൾ ആ ഇൻക്യുബേറ്റർ വീഡിയോ കഴിഞ്ഞിട്ട് നേരെ സ്കിൻ കെയറും ചെയ്ത് കിടന്നങ്ങ് ഉറങ്ങാന്ന് വിചാരിച്ചില്ലേ. അപ്പം അതെന്തായാലും നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ചെറിയ ഷോർട്ട് വീഡിയോ ആയിരിക്കും ഗൈസ്. നമുക്ക് പിന്നെ എല്ലാവരും നൈറ്റ് കെയർ എന്താണ് ചെയ്യുന്നത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ 2-3 വട്ടം നൈറ്റ് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോരോ വ്ളോഗിൻ്റെ അവസാനം നമ്മൾ ഡേ ഇൻ മൈ ലൈഫിലാണ് കൂടുതൽ നമ്മൾ ചെയ്യാറ്. അതിൻ്റെ അവസാനം നമ്മൾ നൈറ്റ് കെയർ ചെയ്താണ് നിർത്തുന്നത്. അപ്പം ഫുള്ള് ഇനി എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒരു ഡീറ്റെയിൽ ബോഡി കെയർ അല്ല ഫേസ് കെയർ എല്ലാം കൂടെ വെച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉടനെ തന്നെ അത് വരും. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും കാണാം ഗൈസ്. അപ്പം ഞാൻ നന്നായിട്ട് മുഖക്കൊന്ന് മേക്കപ്പ് ഫുള്ളൊന്ന് റിമൂവ് ചെയ്ത് ഇനി നമുക്ക് ക്ലെൻസ് ചെയ്തിട്ട് വരാം. മുഖമൊന്ന് ക്ലെൻസ് ചെയ്യാം. അപ്പോൾ എന്ത് വെച്ചിട്ടാ ക്ലെൻസ് ചെയ്യില്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്യാം. ഞാനിവിടെ ഫേസ് വാഷ് ചെയ്യുന്നത് ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഗൈസ്. എൻ്റെ മെയിൻ ഫേസ് വാഷാണിത്. സിമ്പിളിൻ്റെ ഫേസ് വാഷ്. സിമ്പിളിൻ്റെ ഈ ഒരു ഫേസ് വാഷാണ് ഗൈസ്. പറയട്ടെ, സിമ്പിളിൻ്റെ ഈ ഒരു ഫേസ് വാഷാണ് ഗൈസ് ഞാൻ യൂസ് ചെയ്യുന്നത്. രാവിലെ വേണ്ടല്ല, ഇതാണ് സംഭവം, അടിപൊളിയാണിത്. ഇത് വെച്ചപ്പോൾ നമുക്കൊന്ന് മുഖമൊന്ന് ഫുള്ളൊന്ന് ഫ്രഷായി കഴുകിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകി ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളമയം ഉണ്ട്, ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ നനവോടെ നമുക്ക് ഫേസിൽ എല്ലാം അപ്ലൈ ചെയ്യാം. അധികമായിട്ടൊന്നും ഇല്ല, ഞാനങ്ങനെ അധികമായിട്ടൊന്നും സിറംസും കാര്യങ്ങളൊന്നും ഇതുവരെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രാത്രിയിലൊരു നൈറ്റ് ക്രീമാണ്. അത് ഞാൻ എന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സാധനം തീർന്നു ഗൈസ്, കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഞാൻ മറ്റേ ശംഖുപുഷ്പത്തിൻ്റെ നൈറ്റ് ക്രീം ആയിരുന്നു. അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, എങ്ങനെ അതിൻ്റെ റെസിപ്പീസ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പം അതെല്ലാവരും കാണാം. അപ്പം ഇത് ഞാൻ എന്ന് നൈറ്റ് തേക്കുന്നത് നല്ലൊരു സൂപ്പറാണ്, ബ്രൈറ്റനിങ് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് തേക്കാം. ഓക്കെ, കണ്ണാടി വേണ്ടേ പോലും
ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ കണ്ണാടിക്ക് നോക്കിയാണ് ചെയ്യാറ്. കണ്ണാടി ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. ഇത് നന്നായിട്ട് തേക്കാം, നന്നായി വാരി പൊട്ടാം മുഖത്ത്. ഇനി ഇത് ഇച്ചിരി അധികം തേക്കും, കാരണം ഇത് മെഴുക്കാണ് ഇരിക്കാം. ഇത് അധികം ക്രീമി ആവണമെങ്കിൽ ജെൽ അതുപോലെ. നമുക്ക് സ്കിൻ കെയർ ഒന്നും ഇല്ലേ? ഇത് ഞാൻ ഇടയ്ക്കൊക്കെ എന്റെ തലയിൽ എന്റെ മുഖത്ത് കിട്ടിയിരുന്നുണ്ട്. പിന്നെ ഇപ്പൊ അങ്ങനെ ഞാനിപ്പോ ജസ്റ്റ് സൺസ്ക്രീൻ ഒക്കെ ഇട്ടു തുടങ്ങി. ഞാൻ നേരത്തെ എടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്റെ മുഖത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇത് കിട്ടിയതിന്റെ അങ്ങനെ ഭയങ്കര ആഗ്നയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇടത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പൊ എല്ലാം മാറി. ഇപ്പം കുറെ സ്കാറും കാര്യങ്ങളൊക്കെ ഉള്ളു. പിമ്പിൾസ് ഒക്കെ മാറി, പിമ്പിൾസും ആഗ്നയൊക്കെ മാറി. പിന്നെ ഇടയ്ക്കൊക്കെ ഒരെണ്ണം വന്നു അങ്ങനെയൊക്കെ ഉള്ളു. അപ്പൊ ഇപ്പൊ തൊട്ട് ഞാനും സൺസ്ക്രീൻ ഒക്കെ ഇട്ട് തുടങ്ങി. എന്റെ സൺസ്ക്രീൻ കാണിക്കട്ടെ. പൊന്നു റെക്കമെൻഡ് ചെയ്താണ്. ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തതാണ്. അതാണ് ചോട്ടുവിന്റെ അറിയാം, നല്ല ഓയിലി സ്കിന്നാണ്. സ്കിന്നാണ്. ഇങ്ങനെ കൈ വെച്ച് കാണിക്കുക. ഡെർമാക്കോയുടെ 1% ഹൈലറോണിക് സൺസ്ക്രീൻ അക്വ ജെല്ലാണ്. ഇങ്ങനെയാണ്. ഓക്കെ, ഇതാണ്ട് കണ്ടോ? ഫോക്കസ് ഔട്ട് ആവോ? വരുന്നില്ലല്ലോ. കിട്ടിയോ? കിട്ടി. ഇതാണ് ഡെർമാക്കോയുടെ 1% അക്വ ജെല്ലോ. സൺസ്ക്രീൻ അക്വ ജെല്ല്, ആ ഒരു ഓറഞ്ച് ടിന്നി. ഇതാണ് ചോട്ടുന്റെ. ഇത് ഓയിലി സ്കിന്ന്, ആഗ്നെ പ്രോണൊക്കെ നല്ലതാണ്. അപ്പൊ ഇവ യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ? നല്ലതാണ്. ഞാൻ ഇത് കുറെ വീഡിയോസ് ഒക്കെ കണ്ട് റിവ്യൂസ് ഒക്കെ നോക്കി എങ്ങനെയാണുള്ളത്. ഞാൻ ചോട്ടിന് റെക്കമെൻഡ് ചെയ്തതാണ്. കുഴപ്പമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്ക് എന്റെ പൊന്നുമാണ് റെക്കമെൻഡ് ചെയ്തത്. നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, അത് യൂസ് ചെയ്ത് നോക്കുക. ഓയിലി സ്കിന്നാണ്. പിന്നെ ഇതിപ്പം ഞാൻ യൂസ് ചെയ്തത് രാത്രി ഈ ഒരു നൈറ്റ് ക്രീമാണ്. നല്ല വെള്ളം പോലെ ഇരിക്കുന്നത്. ഇത് പെട്ടെന്നൊന്ന് ഉണങ്ങിക്കോളും. പിന്നെ ഇല്ലെങ്കിൽ ഇത് ഞാൻ ചില ദിവസം ഇത് ഇടാൻ മറന്നുപോയി കഴിഞ്ഞാൽ ഈ ഒരു സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഞാൻ എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്, നല്ലതാണ്. ഓക്കെ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അവസാനം ലാസ്റ്റ് സ്റ്റെപ്പ് വലുതാക്കൊന്നുമില്ല, ചെറിയൊരു വാസ്ലിൻ ലിപ് ബാമിന് വേണ്ടിയിട്ടാണ്. ഇതും കൂടെ അപ്ലൈ ചെയ്തു കാര്യം. അപ്പോൾ സ്കിൻ കെയർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇന്നേരം ചെന്നായിരുന്നു ഒരുറക്കം. നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് ഗൈസ്. പിന്നെ ചോക്കോയെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ചോക്കോയെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ചോക്കോ കൂടെ കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഹലോ ചോക്കോയെ കാണേണ്ടവർക്ക് ചോക്കോയെ കാണേണ്ടവർ ഇതാ ചോക്കോയെ കൊണ്ടോളൂ. ചോക്കോ സിറ്റ് പറഞ്ഞ അവിടെ കിടക്കുവാണ്. ചോക്കോ എല്ലാവർക്കും ഒരു ഹായ് പറയൂ. ഓക്കെ, എല്ലാവരും അപ്പം ചോക്കയെ കണ്ടല്ലോ. അപ്പം വീഡിയോ ചോക്കയാണ് ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നത്. ചോക്കോ ഇങ്ങോട്ട് നോക്കിയേ. ചോക്കോ ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പം നമ്മുടെ ഒരു നൈറ്റ് വ്ളോഗാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.